Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് beaded bead ആണ്. അതായത് മുത്തുകൾ കോർത്ത് ഉണ്ടാക്കി വലിയൊരു മുത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഇതൊക്കെ വേണ്ടത് ബീഡ്സ്, നൈലോൺ വയർ, സിസേഴ്സ്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നൈലോൺ വയറാണ്, അതായത് നമ്മൾ എങ്കാസ് ഉണ്ടല്ലോ ആ വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് മുത്ത് 4 എണ്ണമാണ് ഫസ്റ്റ് കോർക്കുന്നത്. വൈറ്റ് കളർ 4mm സൈസ് വരുന്ന മുത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ സൈസ് ചെയ്താൽ ഈ ബീഡ് കാണാൻ അധികം ഭംഗി ഉണ്ടാവില്ല, എങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ സൈസ് മുത്ത് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നല്ല ചെറിയ ചെറിയ മുത്തൊക്കെ ആണെങ്കിലാണ് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മൾ 4 മുത്ത് കോർത്ത ശേഷം ഏറ്റവും ഫസ്റ്റ് കോർത്ത മുത്തിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് മറ്റേ ഭാഗത്ത് വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് നമുക്ക് അതിന് കറക്റ്റ് 4 മുത്ത് ഈ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം 2 മുത്ത് ഒരു ഭാഗത്ത് കോർക്കാം, വീണ്ടും ഒരു മുത്ത് മറ്റേ ഭാഗത്ത് കോർക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മുത്തുണ്ടല്ലോ 2 ഭാഗത്ത് കോർത്തില്ല, അതിൻ്റെ ഉള്ളിലൂടെ ഈ മറ്റേ ഭാഗത്തുള്ള നൂലെടുത്തിട്ട് ക്രോസ് ആയിട്ട് നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് കോർക്കുന്നത്. അതായത് ആദ്യം നമ്മൾ 4 കോർത്തു, അതിനുശേഷം വീണ്ടും 2 കോർക്കുന്നു, ഒരെണ്ണം കോർത്തിട്ട് 2 വയറും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേ ഡിസൈനിൽ ഇങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഭാഗത്ത് ഓരോ മുത്ത് കോർക്കുക, അതിനുശേഷം 1 കോർത്തിട്ട് 2 വയറും ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സൈസേ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഈ നടുവിൽ വരുന്നത് 4 മുത്ത്, ഈ 4 മുത്ത് വരുന്നത് അത്രയും കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും 2 ഭാഗത്ത് ഓരോ മുത്തോടി കോർക്കാം. വീണ്ടും നമ്മൾ ഇത്ര നേരം ചെയ്തത് ഒരു മുത്ത് കോർത്തിട്ട് ക്രോസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ മുത്ത് കോർക്കണ്ട, പകരം നമ്മൾ ആദ്യം കോർത്ത് വെച്ച് ഇവിടെ സിംഗിൾ മുത്തുണ്ടല്ലോ ആ ഫസ്റ്റ് മുത്തിലോട്ട് ഈ 2 വയറും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കോർക്കുകയാണ്. കോർത്ത് നല്ല വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ആ ബോളിൻ്റെ ഷേപ്പ് കിട്ടി. ഇനി ഇവിടെ നന്നായിട്ട് കെട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഈ നൂല് രണ്ടും കൂടി ചേർത്ത് കെട്ടിട്ട് പറഞ്ഞാൽ നമുക്ക് കെട്ട് നന്നായിട്ട് വെളിയിലോട്ട് കാണും. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടിട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഈ ബീഡുകളുടെ ഉള്ളിൽ കൂടെ കോർക്കാം. 1-2 ഉള്ളിൽ കോർത്ത ശേഷം നമുക്ക് ഇടയിൽ കെട്ടിടാം. അങ്ങനെ 1-2 കെട്ടിട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്കത് ബാക്കി വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ 2 ഭാഗത്തും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 2 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ഒരു കെട്ടിട്ടു, വീണ്ടും നമ്മൾ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് കെട്ടിടണം. അപ്പോൾ രണ്ടാമത്തെ കെട്ടിടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉള്ളിലൂടെ എടുക്കുന്നത് 2 പ്രാവശ്യം എടുക്കണം. അപ്പോൾ പിന്നെ അഴിഞ്ഞ് വരാതെ നിൽക്കും. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു, ഇനി ഒരു പ്രാവശ്യം കൂടി ഉള്ളിൽ കൂടി എടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയ ശേഷം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റായിരുന്നോളും. അതിനുശേഷം വീണ്ടും 1-2 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ അറ്റവും കൂടി നമുക്കിതുപോലെ കോർത്ത് കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബീഡഡ് ബീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നിറയെ ഡിസൈൻസ് ചെയ്യാം. അതായത് മാല, നെക്ലസ്, പിന്നെ ബ്രേസ്ലെറ്റ്, കമ്മൽ, അങ്ങനെ നിറയെ ചെയ്യാൻ പറ്റും. ഞാനതെല്ലാം ഇനിയുള്ള വീഡിയോകളിൽ ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ബീഡ് അതായത് കുറച്ച് വലിയ മുത്തുമാണ്, അതിൻ്റെ ഹോളും കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നൂലെല്ലാം പുറത്തോട്ട് കാണാനും കെട്ടിടുന്ന സമയത്തൊക്കെ ആ കെട്ടൊക്കെ ചിലപ്പോൾ പുറത്ത് കാണാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ മുത്തിന് പകരം നമ്മൾ കുറച്ചുകൂടി ചെറിയ മുത്ത് അല്ലെങ്കിൽ ഹോള് ചെറുതായിട്ടുള്ള മുത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ മുത്തും കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് ചേർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞാൻ അതല്ല ഇനി വേറെ ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് ചെറിയ മുത്തിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ബീഡഡ് ബീഡ് ഉണ്ടാക്കുന്നതിലും പല ടൈപ്പ് ഉണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡ്. അപ്പോൾ ഓരോ മെത്തേഡും ഞാൻ വേറെ ഡിസൈൻ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.